ഒരു കുട്ടി ഒരു കാര്യം ഒരു തെറ്റുകാര്യം ചെയ്തു. അപ്പോൾ പേരന്റ് സ്വാഭാവികമായിട്ട് സ്നേഹത്തോടെ പറഞ്ഞു അത് ചെയ്തത് തെറ്റാന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടി അപ്പൊ തന്നെ അത് പിന്നെയും ചെയ്തു. അപ്പൊ പിന്നെയും പറഞ്ഞു അത് ചെയ്യരുതെന്ന് പറഞ്ഞില്ല, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടി അങ്ങനെ ചെയ്യുമ്പോ നമ്മളിപ്പോ അവിടെ എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യാ? കാരണം അത് എന്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസ്. ശരിക്കും കുഞ്ഞിലെ എപ്പോഴോ വീട്ടിലൊരു കാറിങ് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ കാറ് നമ്മള് വലിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അലാം അടിക്കും. ഈ അലാം അടിക്കുന്നത് കേൾക്കാനായിട്ട് ഞാൻ പോയി ആദ്യം തുറന്നു. അപ്പൊ കാറിന്നോ? അലാറം അടിക്കൂലേ? തുറക്കുമ്പോ അലാം അടിക്കത്തില്ലേ? ഓ അങ്ങനെ. പണ്ടപ്പോ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അലാം അടിക്കുന്നതായിരുന്നു. അപ്പൊ ഈ അലാം അടിക്കുന്ന കേൾക്കാനായിട്ട് ഞാൻ തുറന്നു. അപ്പൊ എന്നെ ആദ്യം പപ്പ പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്, വെറുതെ ഇങ്ങനെ ശബ്ദം ഒന്നും ഉണ്ടാക്കരുത്, ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. എന്റെ ആ ഒരു 1-2 മിനിറ്റ് എണ്ണി ഞാൻ പിന്നെ പോയി തുറന്നു. പിന്നെ പോയി തുറന്നപ്പോ എന്നോട് പറഞ്ഞ് നിന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞില്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. മൂന്നാമത് ഞാൻ പോയി ഇതുപോലെ അലാമിന്റെ ശബ്ദം കേൾക്കാനായിട്ട് തുറന്നു. അപ്പൊ എനിക്ക് നല്ല 2-3 തല്ല് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ പോയി അവിടെ ഇരുന്നു. അപ്പൊ എനിക്ക് അപ്പൊ അടി അത്യാവശ്യമല്ലേ? സ്വന്തം എക്സ്പീരിയൻസ് എനിക്ക് അടി കിട്ടിയോണ്ടാണ് ഞാൻ പറയാ അങ്ങനെ വരുമ്പോ നമ്മള് എന്താ എത്ര വയസ്സുണ്ടായിരുന്നു അന്ന് ജ്വലിന്? അന്ന് എനിക്ക് തോന്നുന്നൊരു 4-5 അങ്ങാണ്ടായിരുന്നു തോന്നുന്നു. ഇങ്ങനെ കഴിയുമ്പോ കുട്ടികളുടെ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ അവിടെ ഒരു എന്താ, എനിക്ക് പേഴ്സണലി തോന്നുന്നതാണ്, അതിനായിട്ടൊരു സന്ദർഭം നമ്മൾ കൊടുക്കണ്ടേ. അത് തുറക്കുമ്പോ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇപ്പൊ ജ്വലിനെ കൊണ്ടുപോയി ഒരു വട്ടം അങ്ങനെ ഫാദർ തന്നെ ചെയ്യിച്ചാലോ? ഫാദർ അതിൻ്റെ അകത്ത് കൂടെ കളിക്ക് കൂടി എൻ്റെ തൊട്ട് ആ ഒരു എക്സ്പീരിയൻസ് ജുവലിന് തന്നു. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാണ്, ഇനി നമുക്ക് ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവും, നമുക്ക് എന്ത് ചെയ്യാം, ആളുകളൊക്കെ കേട്ട് പിന്നെ ഓടി വരും, ഇത് കള്ളം വന്നാലുള്ളതാണ്, പിന്നെ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ഇനി കള്ളന്മാരും എല്ലാം കൊണ്ടുപോയി ഇങ്ങനെ സൗണ്ട് കേട്ട് ആരും വരൂല, കൂടെ നമ്മുടെ എന്ത് ചെയ്യാൻ, നമ്മുടെ പുലി വരുന്ന കഥയും കൂടെ ഒന്ന് ജുവലിന് പറഞ്ഞു തന്നു. പുലി വരുന്ന കഥ അറിയത്തില്ല, ആ കഥയും കൂടെ ഒന്ന് ജുവലിന് പറഞ്ഞു തന്ന് ജുവലിനെ അവിടെ ഇരുത്തിയ ജുവൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? ജുവലിനടുത്ത് ചെയ്യരുത് എന്നല്ലേ പറഞ്ഞുള്ളൂ. ജുവലിനെ സംബന്ധിച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒന്ന് ചെയ്യരുതെന്ന് പറഞ്ഞോണ്ട് ഐസ്ക്രീം ഒന്നും കിട്ടിയില്ലല്ലോ. ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്തോണ്ട് ഐസ്ക്രീം കിട്ടുന്നുണ്ടല്ലോ, സൗണ്ട് ആണല്ലോ ജുവലിന്റെ ഐസ്ക്രീം. മനസ്സിലായല്ലേ? അവർ റിവാർഡ് കിട്ടുന്നുണ്ട് ജുവലിനകത്ത്. ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദർ ഇസ് നോ റിവാർഡ്. പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഒരു പണിഷ്മെന്റ് വന്നപ്പം ജുവല് നിർത്തി. അപ്പൊ ജുവല് ശരിക്കും അവിടെ എന്ത് ചെയ്യുന്നില്ല, റിയലൈസ് ചെയ്യുന്നില്ല. ജുവലിനൊരു ലെവൽ ഓഫ് എൻജോയ്മെന്റ് അത് വേണ്ടതാണ്. ആ എൻജോയ്മെന്റിലൂടെ ഫാദർ കടന്നുപോയി. എന്നിട്ട് ജുവലിന്റെ അടുത്ത് അത് പറയാണ്, ജുവലിനെ ഒന്ന് അക്നോളജ് ചെയ്തു. ജുവലിനെ സംബന്ധിച്ച് ഒരു കുട്ടി എന്ന നിലയിൽ ഒരു ക്യൂരിയോസിറ്റി ചെയ്യുന്ന രീതിയിൽ കൂടെ കളിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്തു, അത് അക്നോളജ് ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്യുന്ന രസമുണ്ടെന്ന്, ജുവലിന്റെ ആ വയസ്സിൽ അത് കേൾക്കുന്ന രസമുണ്ടെന്ന് അക്നോളജ്. എന്റെ ഡാഡിക്ക് മനസ്സിലായി രസമുണ്ട്, ഡാഡി എൻജോയ് ചെയ്തു. എന്നിട്ട് ജുവലിന് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പം ജുവൽ വിൽ ബി ഓപ്പൺ ടു ലിസൺ ടു ദാറ്റ്. അതിനെ റീസണും വെച്ച് സപ്പോർട്ട് ചെയ്തു. ഒരു പ്രോപ്പർ റീസൺ ഉണ്ട്. ജുവലിനും അറിയാം കാറ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആണ് വീട്ടിലെ, അല്ലേ? ജുവൽ ആ കാറിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതൊക്കെ എല്ലാം കണക്ട് ചെയ്ത് കാര്യം പറഞ്ഞപ്പം അതുകൊണ്ടാണ് സംഗതി. ഇതേപോലെ തന്നെ ഉള്ളൊരു ഭയങ്കര രസകരമായിട്ടുള്ള പറയുക, ഇപ്പൊ തന്നെ നമ്മള് ഇപ്പം സൂപ്പർ മാർക്കറ്റിലോ അതേപോലെ എവിടെങ്കിലും പോകുമ്പോൾ നമ്മൾ സ്ഥിരം കാണാറുള്ള കാഴ്ചയാണ്, കുട്ടികൾ എന്തെങ്കിലും ഇതിന് കരയുന്നു, കുട്ടികളെ പിന്നെ വലിച്ചുകൊണ്ട് താഴെ കൂടെ വലിച്ചുകൊണ്ട് പോകുന്നു. അപ്പോ ഇതിനെ എന്റെ പേരൻസ് എങ്ങനെ ഡീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യമേ പറയും കടയിൽ വേണ്ടുന്ന സാധനം വാങ്ങിക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് ഒരു സാധനത്തിന് പോവരുത്, അത് ശരിയല്ല എന്ന് പറയുന്നു. എന്നാലും കടയിൽ കയറുന്നതിന് ശേഷം പിന്നെ ഈ സാധനത്തിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് അവിടെ അതിനുള്ള പണിഷ്മെന്റ് നടക്കുന്നുണ്ട്. പണിഷ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഞുള്ളു തരിക എന്നുള്ളതാണ്. അവിടെ അടിക്കുക എന്നുള്ളൊരു കാര്യം ഓപ്ഷൻ അല്ലാത്ത. ഇപ്പോഴും സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ നമുക്ക് അങ്ങനെ കാണാം. എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ വഴക്കുണ്ടാക്കുന്നു, അപ്പൊ പേരൻസ് എന്ത് ചെയ്യുന്നു, കുട്ടികളെ കൂടുതൽ വഴക്ക് പറയുന്നു. ഇപ്പൊ തന്നെ നമ്മൾ എപ്പോഴും ലുലു അവിടെ പോകുമ്പോഴും പല സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴും നമ്മൾ കാണുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോ അവിടെ അവർക്ക് എനിക്ക് തോന്നുന്നത് ഇത് ചെയ്യുമ്പോൾ കുട്ടികൾ കൂടുതൽ വാശി കാണിക്കുവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് ഇതങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തെ കുട്ടികൾ പിന്നെ കരച്ചിലായി ബഹളമായി. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും? അവിടെ വെച്ച് നമ്മൾ എങ്ങനെ ഇത് ഡീൽ ചെയ്ത്? അപ്പൊ അതിന് കുട്ടീനെ ഡീൽ ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ടല്ല ഡീൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തൊരു കാര്യം. നമ്മളിപ്പോ ആദ്യത്തെ മോൻ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങള് ഇതുപോലെ അന്ന് ബിഗ് ബസാറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്.
ബിഗ് ബസാറിൽ പോയപ്പോ ഇതുപോലെ കുട്ടികൾ വാശി പിടിക്കുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഈ രീതി വളർന്നു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തായാലും ഒരു വാശി ഉണ്ടാവും എന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ അത് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ. ഇപ്പൊ ലിനോന്റെ പേരൻസ് ഇത് പുറത്തുനിന്ന് പറഞ്ഞു തന്നെങ്കിലും ലിനോയ്ക്ക് ഉള്ളിലെത്തുമ്പോ എന്താ ഒരു ക്രേവിങ് ഉണ്ടല്ലേ, ഓരോ സാധനങ്ങൾ കാണുമ്പോ ഒരു ക്രേവിങ് ഉണ്ട്. അതപ്പോ നാച്ചുറലി കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഇന്നത് വേണം, അത് വേണം. സൂപ്പർ മാർക്കറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതായത് കുട്ടികളുടെ ഹൈറ്റിലാണ്. നിങ്ങളിപ്പോ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ചോക്ലേറ്റ് ബില്ലിംഗ് കൗണ്ടറിന്റെ തൊട്ടടുത്ത് കുട്ടികൾക്ക് കൈ എത്തുന്ന സ്ഥലത്താണ് ചോക്ലേറ്റ് വെച്ചത്. അവിടെ എത്തുമ്പോ നമുക്ക് വാശിയും കാണും. അപ്പൊ അതിനെയും ക്രേവിങ്ങിനെയും സാറ്റിസ്ഫൈ ചെയ്യണം, അറ്റ് ദ സെയിം ടൈം ഈ വാശിനെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാനാണ് ഞങ്ങൾ തുടങ്ങിയതെന്ന് വെച്ചാല്, അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈസയ്ക്ക് ഞങ്ങളൊരു ചെറിയ പോക്കറ്റ് മണി കൊടുത്തു തുടങ്ങി. വളരെ ചെറിയൊരു എമൗണ്ട് ആണ്, പക്ഷെ ആദ്യമേ അത് അവനൊരു ഫ്രീഡം അതിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളവിടെ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ ആ ചെറിയ മണി അന്ന് അവന് അത് എത്രയാന്ന് കൗണ്ട് ചെയ്യാനോ എടുത്തിട്ട് എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയാനോ അങ്ങനെ ഒന്നും ആയിട്ടില്ല, വളരെ കുഞ്ഞാണ്. അപ്പൊ അവൻ നമ്മളോട് ചോദിക്കുക അപ്പൊ ഈ മണി കൊടുക്കുമ്പോ നമ്മൾ പറയാ മോന് ഇഷ്ടമുള്ളത് എടുക്കാൻ വേണ്ടിയാണ് ഈ മണി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഈസിക്ക് ആ ചെറിയൊരു എമൗണ്ട് കൊടുത്തപ്പോൾ അവന് കാൽക്കുലേറ്റ് ചെയ്യാനോ ഒന്നും അറിയില്ല. അവനൊരു സാധനം എടുത്തിട്ടാണ്, ഇപ്പൊ ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ അത് എടുത്തിട്ട് വന്ന് ഞങ്ങളോട് ചോദിക്കുക ഈ മണിയിൽ ഫിറ്റ് ആവുമോ അതെന്ന്. അപ്പൊ നമ്മളാ പറഞ്ഞു കൊടുക്കുക ഇത് പറ്റുന്നതാണ് ഇത് പറ്റാത്തതാണ് എന്നൊക്കെ. അപ്പൊ ആ ഒരു ഫ്രീഡം അവന് കിട്ടിയപ്പോ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ക്രേവിങ്ങിനെ സാറ്റിസ്ഫൈ ചെയ്യാനും അവന് കിട്ടുന്നു എന്നുള്ളൊരു ഇതും, പ്ലസ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു എമൗണ്ടിൽ അവരുടെ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ നിൽക്കും എന്നുള്ളതും രണ്ടും അവിടെ അങ്ങനെ ബാലൻസ് ചെയ്ത് പോയി. അത് ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരെണ്ണമാണ്. ഇതുപോലെ കുട്ടികൾക്ക് വരുന്ന ആഗ്രഹങ്ങൾ, അവർക്കൊരു പോക്കറ്റ് മണി ഉണ്ട്, അതിൽ ഇപ്പൊ അവർ ചെയ്യുന്നത് വെച്ചാൽ അവർ സേവ് ചെയ്തിട്ട് ഒരു മാസം കിട്ടുന്നത് തന്നെ സേവ് ചെയ്ത് 2-3 മാസത്തെ സേവ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു ആഗ്രഹം നടക്കുക. അപ്പൊ അവർക്ക് വിഷ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ ആമസോണിലൊക്കെ കാർട്ടിൽ ആഡ് ചെയ്തിടുന്നത് പോലെ അവരൊരു നോട്ട് പാഡിലായിരിക്കും ചിലപ്പോൾ അവരുടെ വിഷ് ലിസ്റ്റ് ഉണ്ടാവുക. അപ്പൊ അതിൽ നിന്ന് ഓരോ സമയത്ത് ഏത് സമയത്ത് ഇന്നത് ഏത് സമയത്ത് ഇത് എന്നുള്ളത് അവര് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അവര് തന്നെ ചെയ്യുന്ന ഒരു രീതി. അതൊരു വലിയൊരു ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കുള്ളൊരു പാത്ത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആക്ച്വലി. റെസ്പോൺസിബിൾ ആവുന്ന രീതിയിൽ ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിക്കാതെ ആവുന്ന രീതിയിൽ അതൊരു ജസ്റ്റ് അതൊരു സ്റ്റാർട്ട് മാത്രമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്കത് ഒരു എന്താ പറയാ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരുടെ എന്താ പറയാ ഡെവലപ്മെന്റൽ ഏജില് നമ്മൾ പലപ്പോഴായി കൊടുത്തു പോകേണ്ട കുറെ കാര്യങ്ങളാണ് അവിടെ നടക്കേണ്ടത്. അപ്പം പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഒരു 3 വയസ്സിന് താഴെയാണ് ഫസ്റ്റ് നമ്മള്. അപ്പൊ രണ്ട് ഞാൻ ആരോ എടുത്തോ ഞങ്ങൾക്ക് ഇപ്പൊ ക്രിങ്കില് ഇങ്ങനെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി പേരൻസിന് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ എത്ര വയസ്സ് 2 വയസ്സ് തൊട്ടാണ് പഠിച്ചപ്പോൾ അവരെ ഞെട്ടിട്ട് ഇങ്ങനെ നോക്കി 2 വയസ്സ് തൊട്ടാണ്. ആക്ച്വലി 2 വയസ്സ് തൊട്ടാണ്. എപ്പം തൊട്ടാണ് കുട്ടികളുടെ ഒരു കാര്യം ആവശ്യപ്പെടാൻ തുടങ്ങുന്നത് അതിന് തൊട്ട് മുമ്പ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് സ്റ്റാർട്ട് ചെയ്യണം. കാരണം കുട്ടികൾ ഒരു സംഗതി വേണം ഇഷ്ടമാണ് എന്നൊക്കെയുള്ള കരുതുന്നതിനൊക്കെ മുമ്പ് മുന്നേ ചെയ്യിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിലേക്കെന്നല്ല പറയണത്, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആ ഒരു മെന്ററിങ് കഴിഞ്ഞ സമയത്താണ് പലരും ഒരുപോലെ പറഞ്ഞൊരു ഇതായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് എങ്ങനെയാണ് പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യേണ്ടത് പഠിച്ചതെന്ന്. കാര്യം ഓരോന്നിന് നമ്മൾ ചെലവാക്കണം, എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് വരുമ്പോൾ ശരിക്കും ഒരു പേഴ്സണൽ ഫിനാൻസ് നമ്മൾ പേരൻസ് ശ്രദ്ധിച്ചാൽ തന്നെ കുറെയൊക്കെ അത് കുട്ടികളിലും എത്തുമെന്ന് തോന്നുന്നു, അവരെ പോസിറ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ.